ഒരാളാണ് ഓണർ, അയാൾ തന്നെ ബിസിനസ് ഏറ്റെടുത്ത് നടത്തുന്നു അല്ലേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് വെക്കുക, നിങ്ങളാണ് ബിസിനസ് തുടങ്ങുന്നതെങ്കിൽ അങ്ങനെ ആലോചിക്കുക. നിങ്ങളത് കാണാപ്പാടം പഠിക്കണ്ട, വിടരുത്. നിങ്ങളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് എന്തൊക്കെ നേട്ടങ്ങളുണ്ടാവും, എന്തൊക്കെ കോട്ടങ്ങളുണ്ടാവും. അതാണ് അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്. എന്നാലോചിച്ച് നോക്കുക, നിങ്ങളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയായിരിക്കും? എല്ലാ പ്രോഫിറ്റും നിങ്ങൾക്ക് തന്നെ എടുക്കാം അല്ലേ. സഫിഷ്യൻറ്റ്, അതായത് ടേക്ക് ഓൾ ദ പ്രോഫിറ്റ് ബൈ വൺ പേഴ്സൺ ഇറ്റ് സെൽഫ് അല്ലെ, ബൈ ദ ഓണർ ഇറ്റ് സെൽഫ്. അതൊന്നാമത്തെ കറക്റ്റാണത്. പിന്നെ അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് കടമത്തിൻ്റെ കാര്യം പറയുന്നത്. നെഗറ്റീവ് ഏരിയ അതെവിടെ എഴുതണം? ഡിസഡ്വാൻറ്റേജിൽ എഴുതണ്ടേ. അപ്പോൾ അഡ്വാൻറ്റേജിൽ കൊണ്ടുപോയിട്ട് ഡിസഡ്വാൻറ്റേജ് കൊണ്ട് എഴുതരുത്, മനസ്സിലായോ? അത് അതിനുള്ള അത് കാണിക്കണം കേട്ടോ. അപ്പോൾ അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കടമുണ്ട്, ഡെപ്റ്റ് ഉണ്ട്, കടം. അതെന്താ കടം എന്ന് പറയുന്നത്? എന്താ അത് നല്ലൊരു ടേമാണോ? കടം കൊടുക്കാനുണ്ടെന്ന് പറയുന്നത് നല്ലൊരു ടേം അല്ല, അത് ഡിസഡ്വാൻറ്റേജ്, അത് പോരായ്മയായിട്ടാണ് പറയേണ്ടത്. അപ്പം ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത് അഡ്വാൻറ്റേജാണ്. അൺലിമിറ്റഡ് പോരായ്മയും ലിമിറ്റഡ് ഗുണമാണ്. ലിമിറ്റഡ് കുറഞ്ഞാൽ ബാധ്യതയുള്ളൂ, നമുക്ക് കുറഞ്ഞ ബാധ്യതയുള്ളൂ അല്ലേ, അത് അഡ്വാൻറ്റേജാണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്, അപ്പോൾ നമുക്ക് എടുക്കാൻ പാടില്ല, അത് ഡിസഡ്വാൻറ്റേജിൽ കൊടുക്കുക. അപ്പോൾ ഡിസഡ്വാൻറ്റേജ് ഒന്നായി, അഡ്വാൻറ്റേജ് ടേക്സ് അല്ലേ ഓൾ ദ പ്രോഫിറ്റായി. പിന്നെ അടുത്തത് അഡ്വാൻറ്റേജ് സീക്രസി. സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുക, വേറെ ആളില്ല, ഇയാൾ തന്നെയാണ് ബിസിനസ് ചെയ്യുന്നത്, അപ്പോൾ ഇയാൾക്ക് തന്നെ തീരുമാനിക്കാം. സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാം. അതേപോലെ തന്നെ അങ്ങനെ വരുന്ന സമയത്ത് സീക്രസി ഉണ്ടെങ്കിൽ ഡിസിഷൻ അയാൾക്ക് തന്നെ എടുത്തൂടെ. ടേക്ക് ഓൾ ദ ഡിസിഷൻസ് അല്ലേ, പ്രോംപ്റ്റ് ഡിസിഷൻ, പെട്ടെന്ന് ഡിസിഷൻ എടുക്കാം, അത് അയാൾക്ക് തന്നെ എടുക്കാം. അഡ്വാൻറ്റേജ് 3 അഡ്വാൻറ്റേജായി. ബുദ്ധിമുട്ടാണോ പഠിക്കാൻ? പ്രോഫിറ്റ് എടുക്കാം, സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാം, പിന്നെന്തായിരുന്നു പറഞ്ഞത്? ഡിസിഷൻസ് പ്രോംപ്റ്റായിട്ട് എടുക്കാം. പിന്നെ എന്താ അഡ്വാൻറ്റേജ്? ഈസി ഫോർമേഷൻ, പെട്ടെന്ന് അതായത് ഫോം ചെയ്യാം. കമ്പനി പോലെയുള്ള ലീഗലായിട്ടുള്ള കുറേ കാര്യങ്ങളൊന്നും ഇല്ല, ലീഗൽ റെസ്ട്രിക്ഷൻസോ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റോ ഒന്നുമില്ല. അതൊന്നും ഇല്ലാതെ എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അല്ലേ, അപ്പോൾ 4 പോയിന്റോളായി മതി. ഇനി ഇതെന്താ ചെയ്യണ്ടേ? ഇത് ഇത് പോയിന്റ് കിട്ടി നിങ്ങൾക്ക്. ഇത് നിങ്ങളുടെ സെൻറ്റൻസിൽ എങ്ങനെ മാറ്റും? ഈസി ഫോർമേഷൻ, ദ സോൾ പ്രോപ്പർട്ടർഷിപ്പ് ക്യാൻ ബി ഫോംഡ് വെരി ഈസിലി. അങ്ങനെ എഴുതിയാൽ തന്നെ മതി, ഒരു സെൻറ്റൻസ് അവിടെ എഴുതുക, അത് മറന്നുപോകല്ലേ. എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ആ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ചിലപ്പോൾ ലിസ്റ്റ് ഡൗൺ എന്നായിരിക്കും പറയുന്നത്, ലിസ്റ്റ്. ആ പോയിന്റുകൾ എഴുതുക, ആ പോയിന്റ് മാത്രം എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിക്കുക, അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ എഴുതരുത്. അപ് ടു ദ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ ആ ഒരു സെൻറ്റൻസ് എങ്കിലും എഴുതി വെക്കുക, ഒരു സെൻറ്റൻസ് എങ്കിലും. അപ്പോൾ അത് എക്സ്പ്ലനേഷൻ ആവുള്ളൂ. അല്ലെങ്കിൽ ആ പോയിന്റിൻ്റെ മാർക്ക് 1.5 വീഴുള്ളൂ, ചിലപ്പോൾ 1.5 വീടിനടുത്ത് ചിലപ്പോൾ 1.5 വീഴുള്ളൂ. ആ ഒരു സെൻറ്റൻസ് കൂടെ എഴുതിയാൽ ചിലപ്പോൾ 1.5 കിട്ടി. മനസ്സിലായോ? അപ്പോൾ വെറുതെ നമ്മൾ മാർക്ക് കളയരുത്. പിന്നെ ഇനി ഇതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്? അഡ്വാൻറ്റേജ്